കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീവ്രവാദ പട്ടികയിലുള്ളവരുടെ സമാനമായ പേരുള്ളവർക്ക് അക്കൗണ്ട് തുറക്കണമെങ്കിൽ തീവ്രവാദികളല്ലെന്ന് തെളിയിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. ഈ നിർദ്ദേശം കാനറ ബാങ്ക് അടക്കമുള്ള പൊതുമേഖലാ ബാങ്കുകൾ നടപ്പാക്കി തുടങ്ങി. ബാങ്കുകളുടെ സോഫ്റ്റ്വെയറിൽ ഈ പട്ടികയുണ്ട്. 10,000-കണക്കിന് പേരുകൾ ഈ പട്ടികയിൽ ഉൾപ്പെടും. തീവ്രവാദികളല്ലെന്ന് തെളിയിക്കാനുള്ള വഴി എന്തെന്ന് ബാങ്കുകൾക്കുള്ള നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടില്ലെന്നിരിക്കെ ഫലത്തിൽ അതേ പേരുകാർക്ക് അക്കൗണ്ട് നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുക. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ അടക്കമുള്ള സംഘടനകളാണ് ഇതിനെതിരെ രംഗത്തു വന്നത്. പൊതുമേഖലാ ബാങ്കുകളെ തകർക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും ആരോപണമുയർന്നിട്ടുണ്ട്. ഇടപാടുകാരനും ജീവനക്കാരനും ബുദ്ധിമുട്ടുള്ളതാക്കുന്ന ഒരു സംഗതിയാണ്. 10,000, 1,500 ആളുകളാണ് ഒരു ലിസ്റ്റിലുള്ളത്. അതൊരു പേപ്പർ പ്രിന്റ് ചെയ്യുക എന്ന് വെച്ചാൽ തന്നെ ഏതാണ്ട് 100ഓളം ഷീറ്റ് ഉണ്ടാവും പ്രിന്റ് ചെയ്തെടുക്കുമ്പോൾ ഈ ആൾക്കാരുടെ ഓർഗനൈസേഷൻസിൻ്റെയൊക്കെ പേര്. അപ്പോൾ അതൊക്കെ പ്രിന്റ് ചെയ്ത് അത് മുഴുവൻ നോക്കിയതിന് ശേഷമാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒരു ദിവസം ഒരു അക്കൗണ്ട് പോലും ഒരു ശാഖയിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. പുതിയ അക്കൗണ്ട് എടുക്കാനെത്തുന്നവരെ തിരിച്ചറിയാൻ നോ യുവർ കസ്റ്റമർ എന്ന പേരിൽ ഇപ്പോൾ തന്നെ ബാങ്കുകൾക്ക് സംവിധാനമുണ്ട്. ഇതിനു പുറമെയാണ് പുതിയ നീക്കം. ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെടുന്നവരെ ആക്ഷേപിക്കാനുള്ള ശ്രമമാണ് ഇതിനു പിന്നിലെന്നും വിമർശനമുയർന്നിട്ടുണ്ട്. മീഡിയ 1 കൊച്ചി.